ആശാപ്രവർത്തകരും ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും സ്വീകരിച്ചതെന്ന് സമരസമിതി നേതാവ് എസ് മിനി. ആശാപ്രവർത്തകർക്ക് ഇത് അംഗീകരിക്കാനാവില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എസ് മിനി ദൂരദർശൻ വാർത്തയോട് പറഞ്ഞു. മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓണറേറിയം വർധനവ് എന്ന ഡിമാൻഡ് അംഗീകരിക്കാൻ അവിടെ തയ്യാറായില്ല. മറിച്ച് അവിടെ ഞങ്ങളെ കൂടാതെ പങ്കെടുത്ത 4 ട്രേഡ് യൂണിയനുകളും ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ആ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളുടെ വർധനവിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 53 ദിവസമായി ഈ തെരുവിൽ സമരം ചെയ്യുന്ന സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 1000 രൂപയായിരുന്ന ഓണറേറിയം 7000 രൂപയെ വർദ്ധിപ്പിച്ചത് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമല്ല. 62 വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ധാരാളം ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമല്ല. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ 4 ട്രേഡ് യൂണിയനുകളും അതിന് ആ കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അതിനകത്ത് സർവീസിലുള്ള IAS വേണോ, സർവീസ് കഴിഞ്ഞ ആൾ വേണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരവിടെ ചർച്ച ചെയ്യുകയും ആ തീരുമാനത്തിലേക്ക് പോകാനുണ്ടായത്. പക്ഷേ ഞങ്ങളതിനെ പൂർണ്ണമായി എതിർത്തു. കാരണം അത് പാടില്ല എന്ന് പറയുകയും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കമ്മീഷൻ എന്നുള്ള തീരുമാനത്തെ ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു. ഞങ്ങൾക്ക് പറയാനുള്ളത്, തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ കൂലി കൂട്ടേണ്ടെന്ന അടിയന്തര സാഹചര്യമുള്ളപ്പോൾ അത് 54 ദിവസം സമരം ചെയ്തിട്ട് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനകൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.